blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും അലക്സാണ്ടർ ആൻഡ് സൂസൻ അലക്സാണ്ടർ. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അലക്സാണ്ടർ എന്ന അങ്കിളിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് നവംബർ 14 അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും അവർ സെലിബ്രേറ്റ് ചെയ്തു. ഒരുമിച്ച് ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അലക്സാണ്ടർ എന്ന അങ്കിളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജന്മദിനമായ ഇന്ന് സ്വർഗത്തിലെ ദൈവം കർത്താവെ, നിന്റെ സ്വർഗീയ ഭണ്ഡാരങ്ങളെ തുറന്ന് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും തന്നെ കർത്താവെ നിറയ്ക്കണമേ, ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതോടൊപ്പം കർത്താവെ, വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ദിവസം ആഘോഷിച്ചുള്ള ഈ ദാമ്പത്യ ജീവിതത്തെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, വൈഫ് സൂസൻ അലക്സാണ്ടറിനെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. മകൾ മെറീനയ്ക്കായി, ഹസ്ബൻഡ് ഐസക്കിനായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കുട്ടികൾ റൂബേനായും റെബേക്കയ്ക്കായും പ്രാർത്ഥിക്കുന്നു. മറ്റു മകൾ ആനി അനുഗ്രഹിക്കുന്നു. ഹസ്ബൻഡ് ഡെനിസിന് അനുഗ്രഹിക്കുന്നു. നല്ലൊരു ജോലി, ബെറ്റർ ജോബ് കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകളെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ, അടുത്ത ഒരു മകൾ സെറിനയ്ക്കായും ഹസ്ബൻഡ് റോഹനായും പ്രാർത്ഥിക്കുന്നു. മകൻ തോമസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിച്ച് നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you, Alexander and Susan, for sponsoring today's episode. And we wish you a happy birthday to Alexander, uncle. God bless you. And also a belated wedding anniversary wishes to this precious couple. God bless you. തുടർന്ന് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ളൊരു സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായും നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കും. 2 കാതുകളും തുറന്ന്, ഹൃദയം തുറന്ന്, ആത്മാവ് തുറന്ന് ഈ സന്ദേശം സ്വീകരിക്കുക. ബൈബിൾ തുറക്കുക, നോട്ട്ബുക്ക് തുറക്കുക, വേണ്ടതെല്ലാം കുറിച്ചു വയ്ക്കുക. ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. The beginning and the end. We worship you, our Lord. We worship you. To be
Everybody lift your voice. We worship you, our Lord, and you are worthy to be praised. Mark chapter 16, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം verses 17 and 18. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 17-18 വചനങ്ങൾ. This is very easy to remember. Mark 16, 17 and 18. 16, 17, 18. വളരെ എളുപ്പമുള്ള മനസ്സിലാക്കാൻ ഓർമ്മയിൽ നിൽക്കുന്ന ഭാഗമാണ് മർക്കോസ് 16-ന്റെ 17, 18. Shall we read together? And these signs shall accompany those who believe. In my name they will drive out demons. They will speak in new tongues. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതിയ ഭാഷകളിൽ അവർ സംസാരിക്കും. They will pick up snakes with their hands, and when they drink deadly poison, it will not hurt them at all. They will place their hands on sick people and they will get well. പാമ്പുകളെ കയ്യിലെടുക്കും. മാരകമായ വിഷം കുടിച്ചാൽ അത് അവർക്ക് ഹാനി വരുത്തുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. I'm going to speak to you about the power of attorney Jesus has given every believer. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നത് യേശു കർത്താവ് ഓരോ വിശ്വാസിക്കും നൽകിയിട്ടുള്ള ശക്തിയുടെ അവകാശത്തെക്കുറിച്ചാണ്. Hallelujah. Hallelujah. What do you mean by the power of attorney? എന്താണ് ഈ ദൈവം നമുക്ക് തന്നിട്ടുള്ള അധികാരത്തിന്റെ അവകാശം എന്നുള്ളത്? It is the right to use as the representative of somebody. ഇത് സത്യത്തിൽ ഈ അധികാരത്തിന്റെ അവകാശം എന്നുള്ളത് ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കപ്പെടുന്ന അവകാശമാണ്. Can I repeat? The power of attorney is the right to act as the representative of somebody. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നൽകപ്പെടുന്ന അധികാരമാണ് പവർ ഓഫ് അറ്റോർണി എന്നുള്ളത്. Jesus says, I have finished my ministry on earth. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ പൂർത്തിയാക്കി. 33.5 years I was here on the planet. 33.5 വർഷക്കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 years I ministered among the sick, casting out demons, healing the sick, cleansing the lepers, raising the dead. യേശു കർത്താവ് 33.5 വർഷത്തിൽ 3.5 വർഷക്കാലം രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ വിടുവിച്ചു, പ്രശ്നബാധിതരായിട്ടുള്ളവരെ രക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തു. Now he says, I'm going to the Father. ഇപ്പോൾ യേശു പറയുകയാണ്, ഞാൻ ഇനി എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്നു. So physically I will not be with you anymore. അതുകൊണ്ട് യേശു പറയുകയാണ്, ശാരീരികമായി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. But I'm giving you the power of attorney. എന്നാൽ പകരം ഞാൻ നിങ്ങൾക്ക് അതിനുള്ള അധികാരത്തിനുള്ള ശക്തി ഞാൻ നൽകാൻ പോകുകയാണ്. Hallelujah. In other words, you will be my representatives on earth. അതിന്റെ മറ്റൊരർത്ഥം ഇതാണ്, യേശു ഈ ഭൂമിയിൽ ഇല്ലാത്തപ്പോൾ അവന്റെ നാമത്തിൽ അധികാരം നാം നടത്തണമെങ്കിൽ അവന്റെ പ്രതിനിധികളാണ് നാം ഓരോരുത്തരും. You will be acting for me. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. In other words, the ministry I have started, you will be the ones who will be carrying on. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ തുടങ്ങി വെച്ച ആ ശുശ്രൂഷ ഇനി അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. There is a single word in Malayalam for the power of attorney and it is called muktiyar. പവർ ഓഫ് അറ്റോർണി It's a എന്നതിന് legal term. പവർ ഓഫ് അറ്റോർണി എന്നതിന് മലയാളത്തിൽ ഒരു പേരുള്ളത് മുക്തിയാർ എന്നാണ്. അതൊരു നിയമാനുസൃതമായിട്ടുള്ള നമ്മുടെ ആധാരങ്ങളിലൊക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള പേരാണത്. Muktiyar means somebody is giving you
the authority and right to function on that person's behalf. മുക്തിയാർ എന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് തന്റെ അധികാരങ്ങളും തന്റെ അവകാശങ്ങളും കൈമാറ്റപ്പെടുന്നു എന്നതിനെ കാണിക്കുന്നതാണ്. Hallelujah. Hallelujah. Now Jesus says, children, I'm going to the Father, but I'm giving you my power of attorney. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്റെ അധികാരത്തിന്റെ ശക്തി അഥവാ മുക്തിയാർ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. That means I will not be functioning anymore physically. You have to. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഇനി ഈ ഭൂമിയിൽ ഞാനല്ല നേരിട്ട് പ്രവർത്തിക്കുന്നത്, നിങ്ങളാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. I heal the sick. Now I'm not going to heal. You heal the sick. ഇതുവരെ യേശു പറയുകയാണ്, ഇതുവരെ ഞാനാണ് സൗഖ്യമാക്കിയത്, ഇനി ഞാനല്ല സൗഖ്യമാക്കുന്ന, എന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാക്കും. I expelled demons. Now I'm giving you authority. You have to expel demons. ഞാനാണ് ഇതുവരെ ഭൂതങ്ങളെ പുറത്താക്കിയത്, എന്നാൽ ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയാണ്, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുക. If you read that verses properly, എന്നാൽ നിങ്ങൾ ആ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ആ വചനം വ്യക്തമായി ഒന്ന് വായിച്ചു നോക്കിയാൽ, verse 17 says, in my name, if you believe, these signs shall follow you. അവിടെ പറയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. Not through apostles, അവിടെ എഴുതിയപ്പോൾ അപ്പസ്തോലന്മാരാൽ നടക്കുമെന്നല്ല, not through pastors, പാസ്റ്റർമാരെ കൊണ്ട് നടത്തപ്പെടുമെന്നല്ല, not through big evangelists, വലിയ വലിയ ഇവാഞ്ചലിസ്റ്റുമാരെ കൊണ്ട് കർത്താവ് നടത്തിക്കുമെന്നല്ല, not through teachers, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാര് നടത്തുമെന്നല്ല, but through those who believe. പകരം അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്ന വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. So faith is the factor. അങ്ങനെ നോക്കുമ്പോൾ വിശ്വാസമാണ് അതിന്റെ മൂലാധാരം എന്നുള്ളത്. Hallelujah. Hallelujah. If you are willing to believe tonight, ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, you will go back with the power of attorney from Jesus. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ കയ്യിൽ നിന്നുള്ള മുക്തിയാറുമായിട്ട് അധികാരത്തിന്റെ ശക്തിയുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മടങ്ങി പോകാൻ പോകുന്നത്. You can heal the sick. നിങ്ങൾക്കും രോഗികളെ പോയി സൗഖ്യമാക്കാൻ സാധിക്കും. You can cast out demons. നിങ്ങൾക്കും പൈശാചിക ശക്തികളെ പുറത്താക്കാൻ സാധിക്കും. You can move in the miraculous. നിങ്ങൾക്ക് അത്ഭുതങ്ങളുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും. I don't know if you believe, but I want to make something clear. God is looking to you for a great ministry in Mumbai. എനിക്ക് നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവം ഈ മുംബൈ പട്ടണത്തിനകത്ത് നിങ്ങളെ കൊണ്ട് ചില ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. Jesus is saying, son, daughter, I don't have any hands on earth to move today. ഇന്ന് രാത്രിയിൽ യേശു പറയുകയാണ്, മകളെ മകനെ, എനിക്ക് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ എല്ലാവരും കാണുന്ന കൈകൾ ഇന്നെന്റെ ഈ ഭൂമിയിൽ ഇല്ല. 2000 years back I had 2 hands. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കൈകളുമായിട്ട് ഞാൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു. But I was crucified. എന്നാൽ ഞാൻ ക്രൂശിക്കപ്പെട്ടു. Today look at me, I have the nail pierced on my hands. എന്നാൽ ഇന്ന് നോക്കുക, എന്റെ കൈകൾ ആണിപ്പാടുള്ള കൈകളായിട്ടാണ് ഇരിക്കുന്നത്. I used it for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ കൈയുടെ മാക്സിമം ഞാൻ ഉപയോഗിച്ച് But തീർത്തു. if you give me your hands, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ എനിക്ക് വേണ്ടി നൽകാമെങ്കിൽ, the healing power will flow through those hands and ഈ fingers. കൈകൾ കൊടുക്കുന്നവരുടെ കൈയിലൂടെ യേശുവിന്റെ രോഗത്തിന്റെ ശക്തി പ്രവഹിക്കാൻ തുടങ്ങും. Children, I don't have a physical legs today on earth. യേശു കർത്താവ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, എനിക്ക് പ്രവർത്തിക്കാൻ, എനിക്ക് നടക്കുവാൻ ശാരീരികമായ കാലുകൾ ഇന്ന് എന്റെ ഭൂമിയിലില്ല. The Roman soldiers, they fixed me on a tree. എന്നാൽ അന്നത്തെ കാലത്തെ റോമൻ പടയാളികൾ ഒരു മരത്തിൽ എന്റെ കാലുകൾ അവർ തറച്ചു കയറ്റി. But today, എന്നാൽ ഇന്ന്, if you give me your legs, നിന്റെ കാലുകൾ എനിക്ക് തന്നുകൾ, I will walk through the legs. ഞാൻ ആ കാലുകളിലൂടെ നടക്കും. Hallelujah. Hallelujah. I will preach. ഞാൻ ആ കാലുകളിലൂടെ നടന്ന് സംസാരിക്കും, പ്രസംഗിക്കും. Hallelujah. Hallelujah. I will heal the sick. ഞാൻ രോഗികളെ How many of you are ready to receive the power of attorney from Jesus? ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ എത്ര പേർ യേശുവിൽ നിന്ന് പവർ ഓഫ് അറ്റോർണി, മുക്തിയാർ നേടിയെടുക്കാൻ തയ്യാറായിട്ടുണ്ട്? കൈകൾ ഉയർത്തുക മാത്രമല്ല, ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? Hallelujah. ഈ സഹോദരിയുടെ പേര് സോനു ചെറിയാൻ എന്നാണ്.
ഈ മകൾക്ക് 12 വർഷമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ആയിട്ട്. അതിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിരുന്നു, ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഒത്തിരി നാളുകൾ എടുത്തിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഈ അസുഖം മാറിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ വളരെ ചെറുപ്പം മുതൽ ഇവള് കൊയറിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇന്ന് കല്യാണം കഴിഞ്ഞു, കുട്ടിയുണ്ട്. എങ്കിലും ഒരു ദിവസം ഈ കുട്ടിയുടെ എക്സാമിന് വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ചുമ്മാ TV ഇങ്ങനെ ഓരോ ചാനൽസ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബദ്ധവശാൽ സൂര്യ TVയിലുള്ള നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കാണാനിടയായി. അന്ന് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ പ്രാർത്ഥനാ സമയത്ത് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു, ഇപ്പോൾ ത്രോട്ട് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ജൂൺ 8-ാം തീയതി ആയിരുന്നു ആ വ്യക്തി, കഴിഞ്ഞ മാസം ജൂൺ 8-ാം തീയതി ആയിരുന്നു ആ വ്യക്തി ചർച്ചിലെ ഒരു കൊയറിൽ പാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പറഞ്ഞിരുന്നു കൊയറിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ സ്പെസിഫൈ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ത്രോട്ട് പ്രോബ്ലം ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ മറ്റൊരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നത്, ചില ചർച്ചിൻ്റെ ക്വയറിലൊക്കെ നിങ്ങൾ പാടുന്നൊരു വ്യക്തിയാണ്, എന്നാൽ ത്രോട്ടിന് എന്തോ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല. ഉള്ളൊത്തിരി ആഗ്രഹമുണ്ട്, ദൈവത്തെ സ്തുതിക്കണം, വീണ്ടും ആരാധിക്കണം, വർഷിപ്പ് ലീഡ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് സാധിക്കുന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്കൊരു സൗഖ്യം നൽകുക. യേശുവിൻ നാമത്തിൽ ആ ശബ്ദം തുറന്നു വരട്ടെ, ഇൻ ജീസസ് നെയിം. സംഭവിച്ച അത്ഭുതം എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ മുതൽ ഇത്രയും നാളായിട്ടും അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. അതിനുശേഷം ഒരു മരുന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായ സൗഖ്യത്തോടെ ഇന്ന് ആ ഓർത്തഡോക്സ് ചർച്ചിന്റെ കൊയറിലാണ് പാടുന്നത്. പൂർണ്ണമായ സൗഖ്യത്തോടെ ഇന്ന് വീണ്ടും പാട്ടുപാടാനും കർത്താവിനെ ആരാധിക്കാനും, അത് മാത്രമല്ല ഈ സഹോദരി പറയുന്നത്, ഇപ്പോൾ പാടുന്ന പാട്ടുകളുടെ വരികൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പാടാനും യേശുവിനെ അറിഞ്ഞു പാടാനും ഇന്ന് കർത്താവ് തന്നെ സഹായിക്കുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ സമയത്ത് what was your experience? Blessing Today കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് I felt that I don't need medicine anymore. Okay. I was praying for it. You were having medicines. Yeah, homeo medicine. What was this actually? Laryngitis or pharyngitis? What was it? Like ഞാൻ പാട്ട് പാടി സ്ട്രെയിൻ ചെയ്തിട്ട് വോക്കൽ കോഡിന് പ്രശ്നം. അപ്പം ഇച്ചിരിയെങ്കിലും എപ്പോഴും ഈ ഒരു യെല്ലോ പാച്ച് കാണും അവിടെ. Okay. അപ്പോൾ എപ്പോഴും ഡോക്ടർ പറയുന്നത് it is permanent for you. Oh. Like it's become permanent for you because you have to go for either surgery. Otherwise there's no solution for it. So I was scared of this surgery, so I was just taking homeo medicine. Just like 1 month ഒരു കോഴ്സ് ഉണ്ട്, അത് എടുക്കും, തീരുമ്പോൾ പിന്നെയും പോയി എടുക്കും. Okay, antibiotic course. No, it was homeo. Homeo course, all right. Antibiotic like you cannot take every other day, so I just left antibiotic. I was going with migrated to homeopathy. Okay. So this healing I felt during towards the end of May and all that, but I was not sure whether I got healing. Yeah. But the day when you said this, that I understood it was only for me, you are saying, because there won't be anybody in this world that who will be staying in the choir for such a long time. Right. I've got a kid who is 15 years old. Can you sing a song now? നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ, എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി സ്തുതി പാടിടും ഞാൻ. Beautiful. Hallelujah. One more thing, brother. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു സമോസ കഴിച്ചിട്ട് ഒരു ഡയറിയ തുടങ്ങിയിട്ട് ഏപ്രിൽ മാസം 24-ാം തീയതി മുതൽ മിക്കവാറും ഗിന്നസ് ബുക്കിൽ കയറുന്ന എനിക്ക് തോന്നുന്നത് ജൂലൈ 19-ാം തീയതി വരെ ഡയറിയയുടെ പ്രോബ്ലം ആയിരുന്നു ഈ സഹോദരിക്ക്. എത്ര നാള്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 3 months. This is a miracle. And I lost 9 kilos. You lost 9 kilograms. Yeah. 9 കിലോഗ്രാം തന്റെ കുറഞ്ഞു. അതുകൊണ്ട് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചേ? ആർക്കൊക്കെ വെയിറ്റ് ലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, no more praying, go to that shop, have 1 samosa, you will lose 9 kilograms. My God, miracles are happening. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റർ പറഞ്ഞു, എന്റെ ഇന്ന ത്രോട്ട് പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ ഇനി ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല. കാരണം 2.5 മാസം മരുന്ന് കഴിച്ചു. 2.5 മാസം മരുന്ന് കഴിച്ചു. 2 പ്രാവശ്യം ആന്റിബയോട്ടിക് കോഴ്സ് എടുത്തു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ആയുർവേദിക്. ഇപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിച്ചിട്ട് എന്റെ ത്രോട്ട് പ്രോബ്ലം മാറി. ഇനി ഞാൻ യേശുവിൽ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു അന്ന് മരുന്നെടുത്തിലും നിർത്തി. അന്ന് മുതൽ ആ ഡയറിയ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ജൂലൈ 19-ാം തീയതി ഡയറിയ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്നാണ് സഹോദരി പറയുന്നത്. ഡയറിയക്കുള്ള മരുന്നാണോ കഴിച്ചത്?
അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നിന്ന്. എനിവേ, ജീസസ് ഈസ് എ ഗോഡ് ഓഫ് മിറക്കിൾസ്. നമുക്കറിയാം അത് വരുമ്പോൾ നമുക്ക് ഇന്ന് ചിരിക്കാം, പക്ഷേ 3 months ഡയറിയ അത് ആലോചിച്ച് നോക്കണം. കർത്താവെ, ഈ മിറക്കിൾസിനായി ഞങ്ങൾ നന്ദി പറയും. അതോട് ഒപ്പം കർത്താവെ, ഇതുപോലെ പ്രോബ്ലം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എസ്പെഷ്യലി വോക്കൽ കോർഡ്സ്, അതല്ലെങ്കിൽ ലാറിഞ്ചൈറ്റിസ്, ഫാറിഞ്ചൈറ്റിസ്, വാടവർ, ത്രോട്ടിന് ഇൻഫെക്ഷൻ പ്രോബ്ലം ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഈ ടെസ്റ്റിമണി കാണുമ്പോൾ സൗഖ്യമാകട്ടെ. ഡയറിയ സൗഖ്യമാകട്ടെ. അതുപോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആൻഡ് വി ഗിവ് യു ഗ്ലോറി ആൻഡ് ഓണർ ഇൻ ജീസസ് നെയിം. ആമേൻ. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ പ്രതീക്ഷയോടെ, വലിയ വിശ്വാസത്തോടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടെ ആയിരിക്കാം. ഞാനിത് പറയുമ്പോൾ ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുന്ന ചില വ്യക്തികൾ, പ്രത്യേകിച്ച് ജപ്തിയോ അതുപോലെയുള്ള വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്ന കുടുംബങ്ങളെ എൻ്റെ സ്പിരിറ്റിൽ ഞാൻ കാണുന്നു. ചുമ്മാ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നീക്കുപോക്കുകൾ ഉണ്ടാക്കും. ചെങ്കടലിൽ പോലും അവൻ വഴി തുറന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതം പോലെ, ചെങ്കടൽ പോലെ ഒക്കെയുള്ള പ്രയാസങ്ങൾ കർത്താവെ നീക്കുപോക്കുകൾ ഉണ്ടാക്കി വഴികൾ തുറന്ന് അവരെ പുറത്തെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾ, പല പ്രാവശ്യമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ആത്മഹത്യ ചെയ്താൽ എന്താ, എന്തിനിങ്ങനെ ജീവിക്കണം? എന്നാൽ വലിയ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഞാൻ പറയട്ടെ, യേശുവിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വഴിയുണ്ട്, ഒരു ഭാവിയുണ്ട്. എത്ര കഠിനമായ പ്രശ്നത്തിൽ നിന്ന് യേശുവിനെ ഉടിയിക്കാൻ സാധിക്കും. എന്നാൽ ചെയ്യേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ ആശ്രയിക്കുക. കർത്താവ് അങ്ങനെയുള്ള കുടുംബങ്ങളെ അങ്ങ് പുറത്തെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാഹനം ഇടപാടുകളിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവർ, ബിസിനസ് തകർന്നു പോയവർ, വിവാഹബന്ധം ഉലഞ്ഞു നിൽക്കുന്നവർ, ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവർ, ഭാര്യയിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളിൽ കർത്താവെ അങ്ങൊരു വലിയ വിടുതൽ ഇപ്പോൾ അങ്ങ് കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ദൈവികമായ വിടുതൽ ഇപ്പോൾ ആ വ്യക്തികളിൽ ഉണ്ടാകട്ടെ, കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, ബിസിനസ്സിൽ ഉണ്ടാകട്ടെ. രോഗികൾക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രത്യേക രീതിയിലുള്ള പനി ബാധിച്ച് ശരീരത്തിൽ വലിയ ക്ഷീണവും പ്രയാസങ്ങളും വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രക്തത്തിലെ പല ഘടകങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, കൗണ്ടിൽ വേരിയേഷനുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. എല്ലാവിധ ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥിക്കകത്ത് വരെ ക്യാൻസർ പിടിച്ചിരിക്കുന്ന, ബാധിച്ചിരിക്കുന്ന ചില വ്യക്തികൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. എന്ത് കഴിച്ചാലും ശരീരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, ചിലപ്പോൾ അലർജി ആകാം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പ്രോബ്ലംസ് ആകാം, ഭക്ഷണത്തിൽ പ്രയാസമുള്ള വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടലിനകത്ത് പല പല കുരുക്കൾ വന്നിട്ടുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂറിൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. മസിൽസിൽ പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ. കാലിൻ്റെ സോൾസ്, ഈ ഭാഗത്ത്, കാലിൻ്റെ വെള്ള നിറത്തിലുള്ള ഈ ഭാഗത്ത്, അടിഭാഗത്ത് പ്രത്യേക രീതിയിൽ ആ തൊലിയെല്ലാം പുളിയെയും പഴുപ്പൊക്കെ വരുന്നിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കും. താങ്ക് യു ലോർഡ്. ചെവിയിൽ നിന്നും പഴുപ്പൊഴുകുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ. ദൈവികമായ വിടുതൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. എല്ലാ വിഷയങ്ങളും യേശുവിലേക്ക് അർപ്പിച്ച് ഇന്ന് ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് കോഴഞ്ചേരിയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. റെഗുലറായി ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്നവർ, വരുന്നവർ, ഇന്ന് ആദ്യമായി കണ്ടവരാകാം, യു ആർ വെൽക്കം. ഒത്തിരി പേർക്ക് അവിടെ എത്തിച്ചേരാൻ, പല ജില്ലകളിൽ നിന്ന് എത്തിച്ചേരാൻ കഴിയും. ഇന്ന് വരണം. നാളെ തിരുവനന്തപുരം ജില്ലയിലെ അമരവിളയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന. അവിടെയും വരണം. വരുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക, പ്രഷ്യസ് ലൈഫ് എന്ന
ഈ DVD-യുടെ ഒരു സെറ്റ്, 7 സന്ദേശങ്ങളടങ്ങിയ ഈ സെറ്റ് നിങ്ങൾ തീർച്ചയായും ചോദിച്ച് വാങ്ങുക. അതുപോലെ ആശിഷുമാരി എന്ന നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രസിദ്ധീകരണം വളരെ സരളമായ ഭാഷയിൽ യേശുവിൻ്റെ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെ സന്ദേശങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും ചോദിച്ച് വാങ്ങുക. ഗോഡ് ബ്ലെസ് യു. അടുത്ത ആഴ്ചയിൽ വളരെ പുതിയ ഒരു സന്ദേശ പരമ്പരയുമായി അനുഗ്രഹങ്ങളെ കുത്തി നിറച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ബ്ലെസ്സിംഗ് ടുഡേ വരുന്നു. സീ യു ഓൺ മൺഡേ. ബൈ. യേശു ശിഷ്യന്മാരുടെ 3 ശിഷ്യന്മാരുടെ മുമ്പിൽ പെട്ടെന്ന് തൻ്റെ രൂപവും ഭാവവും മാറുന്നു. അവരെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്.